എവ ഒരുത്തനാടാ ഈ നാടാ മൊത്തം ഞാൻ എന്തോ ഇത്? നീ എന്തോ എന്നാ എടാ യൂദാസ് നീ അല്ലടാ ഇത് ബൈബിൾ അതെ. ഞാൻ ആരായിരുന്നു? യേശു ക്രിസ്തു ആണോ? ഈ നാടകത്തിന്റെ അവസാനമാണോ യൂദാസ് ഒന്ന് യേശു ക്രിസ്തുവിനെ ഒറ്റ കൊടുക്കാനുള്ളത്? ഞാൻ യേശുവിന്റെ വേഷമൊക്കെ ഇട്ട് ഇങ്ങനെ അടിച്ചു പൊളിക്കുക. കത്തലങ്ങോട്ട് പൊങ്ങി നാടകം തുടങ്ങി. അന്ന് അവന്റെ കുഞ്ഞമ്മയുടെ മോളെ കല്യാണം കൊണ്ടായിരുന്നു. യവൻ വന്ന് യേശുവിന് ആദ്യം തന്നെ ഒറ്റ പോക്ക്. ഞാൻ അവിടെ ഒന്ന് പുഴുത്ത് നാറി ചമ്മി അവസാനം ഞാൻ യേശുവിന്റെ വേഷത്തിൽ ഇരുന്നുകൊണ്ട് കമ്മിറ്റിക്കാര് ഒന്നും ചെയ്തില്ലല്ലേ? അഴിച്ചു വെക്കുന്ന നടൻ വരാം. അഴിച്ചു വെച്ച് കഴിഞ്ഞാൽ അടിയുടെ പെരുന്നാളായിരുന്നു അവിടെ. ഗൾഫിൽ നിന്നൊക്കെ വിസിറ്റിംഗ് വിസ എടുത്ത ആളുകൾ തന്നെ അടിച്ചിട്ട് പോയി. എപ്പോഴെന്നെ ഇങ്ങനെ ചുമ്മാ കുറ്റം പറയരുത്. എന്ത് നാടൻ പൊളിഞ്ഞിട്ട് എന്തെങ്കിലും പറ്റിയോ? എന്തെങ്കിലും പറ്റിയോന്നാ? നീ ഒരു വട്ടമല്ല എത്ര വട്ടം പൊളിച്ചെന്നറിയാമോ? എടാ യൂദാസ് യേശുവിനെ ഒറ്റുന്ന വെള്ളിക്കാശ് ഇങ്ങനെ എണ്ണി മേടിക്കും. ഈ മേടിച്ചു കഴിയുമ്പോ യൂദാസിന്റെ ഭാവം എന്താ? കണ്ണീരും കൈയും കരഞ്ഞേക്കും. ആണല്ലോ. നിനക്ക് ഈ പൈസ കൊണ്ട് തന്നപ്പോ നീ അവനോട് എന്താ പറഞ്ഞത്? താങ്ക് യു ബ്രോ എന്ന്. അത് പിന്നെ ശമ്പളമോ കിട്ടുന്നില്ല. ആ 30 വെള്ളിക്കാശ് കിട്ടിയപ്പോ അറിയാതെ പറഞ്ഞു പോയി. കാസർഗോഡ് നാടകം പൊളിഞ്ഞിട്ട് കള്ളവണ്ടി കയറി ഞാൻ തിരുവനന്തപുരത്ത് ഇറങ്ങി. തിരുവനന്തപുരം വരെ വന്ന് ആലപ്പുഴ ഇറങ്ങിയാ പോലായിരുന്നു. ആലപ്പുഴ ഇറങ്ങാക്കൂല. അവിടെ നമ്മൾ നാടകം കളിച്ചിട്ടുണ്ട്. എന്നാ പിന്നെ കായംകുളത്ത് ഇറങ്ങണം. കായംകുളത്ത് കളിച്ചിട്ടുണ്ട്. എപ്പോഴും എന്നെ കിടന്ന് ഇങ്ങനെ കുറ്റം പറയണ്ട. ഇത് കണ്ടോ മെലിഞ്ഞാത്ത പരിപാടി കഴിഞ്ഞപ്പോഴത്തെ കമ്മിറ്റിക്കാർ സ്നേഹപൂർവ്വം എന്റെ അഭിനയം കണ്ടിട്ട് തന്ന പ്രസന്റേഷൻ. അയ്യോ എന്റെ നെഞ്ചിലെ രോമം ഇതിങ്ങനായ അവരെ കമ്പി കറക്കി വലിച്ചൂറ്റി എടുത്തതാ. തന്നെ ഇതെനിക്ക് അറിയത്തില്ലായിരുന്നു. തമാശ വീട് തമാശ ഊക്കിര തമാശ തമാശ എന്ന് പറഞ്ഞാൽ കിടുക്ക് തമാശ. നമ്മുടെ പിലാത്തോസ് ഷെഫീക്കില്ലേ അവൻ വന്ന് ഷെഫീക്ക് വന്നടാ. പക്ഷെ അവ അടിച്ചു വിറ്റ നാട്ടുകാരെല്ലാം അറിയോടാ അത്? ഇല്ല അവ അറിയിക്കും. ആ രീതിയിലാ പോക്കും. എന്റെ ദൈവമേ ഒരു കാര്യം എന്തായാലും ഒന്ന് വിളിച്ചു പറ. എന്തോന്ന് വിളിച്ചു പറ. നമ്മളെന്തിനു പേടിക്കുന്നത്? നമ്മളൊക്കെ ആർട്ടിസ്റ്റുകളല്ലേ? അതെ. ഓൾ ആർട്ടിസ്റ്റ് കമോൺ. നമ്മളൊരു ആർട്ടിസ്റ്റ് അല്പം മദ്യപിച്ച് മതോന്മത്തനായിപ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു ആരും പേടിക്കരുത്. ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. നമ്മളെ പിലാത്തോസ് എന്ന ഷഫീക്ക് വെള്ളമടിച്ച സ്ഥിതിക്ക് പെട്ട് നമ്മള് പെട്ട് ഒന്ന് വിളിച്ചു പറ. ഇച്ചിരി ഇളക്കിയ ചക്ക തിന്നാൻ കൊതിയാവണേ. സ്റ്റേജിന്റെ ബാക്കിൽ പൊരിഞ്ഞാടി. സ്റ്റേജിന്റെ ബാക്കിൽ അടി തുടങ്ങിയിട്ടുണ്ട്. അങ്ങോട്ട് ചെന്ന് കയറുന്നവരടുത്ത് ഒരു പ്രത്യേക കാര്യം പറയാം. നമുക്കുള്ള അടിയാണെന്ന് ചോദിച്ചിട്ടേ അത് മേടിക്കാവൂ. കേട്ടല്ലോ? ആശാനെ അവന്മാരെ കുപ്പിച്ചില്ലൊക്കെ ഇങ്ങനെ ചുരുട്ടിയിട്ട് തോർത്തിനകത്താക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഫിക്സ് ചെയ്ത് നമുക്കുള്ള അടിയാ ചെന്ന് മേടിച്ചു.